നമസ്കാരം. ഇന്ന് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ബദാം ഹൽവ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതുപോലെ ഒരു കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് കാഷ്നട്ട്. എന്നിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 3 മണിക്കൂർ നേരം നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. സോക്ക് ചെയ്തതിന് ശേഷം ബദാമിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കാഷ്നട്ടും ബദാമും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അര കപ്പ് പാൽ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ഹൽവയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുങ്കുമപ്പൂ ഇതുപോലെ കുറച്ച് പാലിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിരിക്കുന്ന ബദാമും കാഷ്നട്ടും ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒന്ന് അടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊക്കെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവ് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് അളവിൽ പശുമ്പാൽ അതും കൂടി ഇതിലേക്ക് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ബദാം ഹൽവയ്ക്ക് ചെറിയ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, യെല്ലോ കളറ്. എന്നിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനി വറ്റി വരണം. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വറ്റിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര അതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ വറ്റി വരണം. അതായിട്ട് നമ്മുടെ ഹലുവയുടെയൊക്കെ പാകമുണ്ടല്ലോ, അതുപോലെയാണ്. ഇപ്പോൾ അതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഒരു അര ടീസ്പൂണോളം ഉണ്ട്, അതും കൂടി ചേർത്തെടുത്ത് ഇതുപോലെ നല്ലപോലെ വറ്റിച്ചെടുക്കണം. കണ്ടോ? എന്നിട്ട് ഇനി നമുക്ക് ഇത് മതി. പാനിൽ നിന്നൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു ബേക്കിംഗ് പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞൊക്കെ വെക്കേണ്ട ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്. കുറച്ച് നാൾ ഇത് ഇരിക്കുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ സ്വീറ്റ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.